10 വിഭവങ്ങളുമായി 10 രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് വെള്ളരിക്ക വേണ്ട, അതിൻ്റെ ഒരു പകുതി ഭാഗം മതി കേട്ടോ. അപ്പോൾ കുമ്പളങ്ങി വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ വെള്ളരിക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വെള്ളരിക്ക ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നൈസായിട്ട്, ഈ ഒരു വലുപ്പത്തിൽ വളരെ നൈസായിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കറി ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 2-ാം പാൽ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും അതിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ ഇനിയൊരു 3/4 ടീസ്പൂണോളം ഉപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2-ാം പാലിൽ കിടന്ന വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 10 രുചിയിലെ അടുത്ത വിഭവവുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് വാച്ചിങ് ഫോർ മൈ ചാനൽ.